പുന്നാര നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു അറാബിയായ മനുഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞത്, അള്ളാഹുവേ, എന്നെയും നിന്റെ റസൂലിനെയും സ്വർഗത്തിലേക്ക് കടത്തണേ. ഞങ്ങൾ രണ്ടുപേരും കടന്നാൽ പിന്നെ സ്വർഗം പൂട്ടിയിട്ടേക്ക് പഠിച്ചോനെ, വേറെ ആരും കടത്തണ്ട. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഹബീബായ നബിയുടെ പള്ളിയിൽ മൂത്രൊഴിച്ച ഒരു വലിയ മനുഷ്യൻ അറാബിയായിരുന്നു. ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ മൂത്രൊഴിച്ചു. മൂപ്പർക്ക് അറിയില്ല ബാത്റൂമിൽ പോയിട്ട് മൂത്രമൊഴിക്കാവൂ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഒഴിക്കാൻ പാടില്ല. മസ്ജിദ് അന്ന് മണലാണ്, അന്ന് ഇങ്ങനെ കാർപ്പറ്റും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പള്ളിയിൽ മൂപ്പർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഒരു മൂലയിൽ പോയിട്ട് മൂപ്പരങ്ങ് മൂത്രമൊഴിച്ചു. സ്വഹാബിമാര് മുഴുവനും ആ മനുഷ്യനെ അയാളെ അടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്, പിടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ലാ തുസ്രിമൂ, മൂപ്പരുടെ മൂത്രം മുറിക്കണ്ട, മൂപ്പർ ഒഴിച്ചു കഴിഞ്ഞോട്ടെ, ഒഴിച്ചു തീരട്ടെ. ആ ഇടക്ക് ഓടിച്ച പള്ളി നടന്നു മൂത്രാവൂലേ, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ലാ തുസ്രിമൂ, അവിടെ മൂത്രം മുറിക്കണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലെറ്റ് ഹിം കംപ്ലീറ്റ്. മൂത്രമൊക്കെ കഴിഞ്ഞു. തങ്ങൾ പറഞ്ഞു, എല്ലാ മൂപ്പരും മനസ്സിലായി ഇവരൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ഇവർക്കത് അറിയില്ല, ചെയ്ത് തെറ്റാണെന്ന് അറിയില്ല. ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, പുതിയ ആളാണ്. അപ്പൊ അയാൾക്ക് അറിയില്ലായിരുന്നു അത്. ആളുകളൊക്കെ ദേഷ്യം പിടിച്ചങ്ങ് എഴുന്നേറ്റപ്പോഴേ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബ് അരികത്തേക്ക് വിളിച്ചു. സ്വഹാബികളോട് പറഞ്ഞു, ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരും. ഒരു മനുഷ്യൻ മൂത്രയ്ക്കുന്ന കപ്പലല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ബക്കറ്റ് നിറയെ വെള്ളം ആ മണ്ണിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ശുദ്ധിയായി. പിന്നെ വസ്വാസിനെ പറ്റി ആലോചിക്കേണ്ട, അത് ശുദ്ധിയായി. ആ മണലിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇയാൾ അരികത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് മസ്ജിദാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വഖഫ് ചെയ്ത സ്ഥലമാണിത്, ഇവിടെ വൃത്തികേടാക്കാൻ പാടില്ല. അത് മൂത്രമൊഴിക്കൽ പുറത്തു പോയിട്ടേ മൂത്രമൊഴിക്കുക. വജഅലു അലൈഹൽ മതാഹിർ, പള്ളിയുടെ പുറത്താണ് ശുദ്ധി വരുത്തുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ നിന്നൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് നബി തങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കണ്ടേ? മൂപ്പർക്ക് ഒരു ദുആ ചെയ്യാനാ തോന്നിയത്. അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ അൽ ജന്ന, എന്നെയും മുഹമ്മദ് നബി തങ്ങളെയും അല്ലാഹുവേ സ്വർഗത്തിലേക്ക് കടത്തണേ. വലാ തുദ്ഖിൽ അഹദൻ ബഅദന, ഞാനും നബിയും കടന്നാ പിന്നെ സ്വർഗം പൂട്ടിയേക്ക് റബ്ബേ, ഒരൊറ്റ കുട്ടിനെയും കടത്തരുത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഹജ്ജറത വാസിഅ, ഇത്ര നല്ല വിശാലമായ സ്വർഗം നീ എന്തിനു രണ്ടാക്ക? അവിടെ കോടിക്കണക്കിന് ആളുകൾക്ക് വന്നാൽ ഇരിക്കാനും താമസിക്കാനും ഇടമുള്ള, ആനന്ദിക്കാൻ അള്ളാഹു തുറന്നു വെച്ച സ്വർഗലോകം എന്തിനെ രണ്ടാളവിലാക്കിയത്? വിശാലമായൊരു സ്വർഗത്തെ നിങ്ങളങ്ങ് സങ്കുചിതമാക്കി കളഞ്ഞല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. ലഖദ് ഹജ്ജറത വാസിഅ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഞാനും നീങ്ങും മാത്രം പോന്നാ പോരാ, ഇവരൊക്കെ സ്വർഗത്തിലേക്ക് വരണം, ഇവരൊക്കെ അങ്ങോട്ട് വരാനുള്ളവരാ. അതുകൊണ്ട് ആവേശം മൂത്തിട്ടെ ഞാനും നീയും മാത്രം മതി എന്ന് പറയല്ലേ, ഇവരൊക്കെ വന്നോട്ടെ. പറയാ, പൊന്നാര നബി, ഇവരൊക്കെ എന്നെ അടിക്കാൻ വന്നവരല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ പിന്നെ അവർ സ്വർഗത്തിൽ വന്നു ഞാൻ എങ്ങനെ പറയാ? അങ്ങല്ലേ എന്നോട് മാന്യമായി പെരുമാറിയത്, അങ്ങല്ലേ എന്നോട് നല്ല നിലയ്ക്ക് സംസാരിച്ചത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാണ്. ആയിക്കോട്ടെ, സാരല്ല, അവരൊക്കെ നിന്റെ ഇഖ്വാൻ, നിന്റെ കൂട്ടുകാരാണ്. എന്ത് ചെയ്യരുത്? സ്വർഗത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് വാതിലടക്കാൻ പറയണ്ടേ, അവരൊക്കെ വന്നോട്ടെ, എല്ലാവരും വരട്ടെ. പുണ്യ നബിയുടെ പ്രാർത്ഥന അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.